തൃശൂർ ഇപ്പോൾ രാജ്യപ്രശസ്തമാണ്. പ്രധാനമന്ത്രിയെ വരെ വളരെ നേരത്തെ രംഗത്തിറക്കി മണ്ഡലം പിടിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. എന്നാൽ നിലവിലെ MP TN പ്രതാപന്റെ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. LDFൽ CPIക്ക് പ്രതീക്ഷ നൽകുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ. അതായത് തൃശൂരിൽ ഇത്തവണ ത്രികോണ മത്സരം ഉറപ്പ്. LDFും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നതെങ്കിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് ത്രികോണ മത്സരത്തിന് സമാനമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകൾ എത്രത്തോളം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് LDFിൻ്റെയും UDFിൻ്റെയും വിജയം തീരുമാനിക്കപ്പെടുക. UDFിനും LDFിനും വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ വോട്ടുകളിലാണ് BJPയുടെ കണ്ണ്. VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി എത്തിയാൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകളിൽ നല്ലൊരു ശതമാനം തിരികെ എത്തുമെന്നാണ് LDF പ്രതീക്ഷ. VS സുനിൽകുമാറിന്റെ വ്യക്തിപരമായ സ്വാധീനം കൂടിയാകുമ്പോൾ വിജയിച്ചു കയറാമെന്നും LDF പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും നഗരകേന്ദ്രീകൃത മേഖലകളിൽ നിന്ന് ലഭിച്ച നായർ വോട്ടുകളുമാണ് കഴിഞ്ഞ തവണ UDFിനെ സഹായിച്ചത്. പാർലമെന്റിലെ ഇടപെടലുകളും വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ച തുകയും ചൂണ്ടിക്കാട്ടിയാണ് TN പ്രതാപന്റെ പ്രചാരണം. 52 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 10 തവണ LDFും 7 തവണ UDFുമാണ് തൃശൂരിൽ വിജയിച്ചിട്ടുള്ളത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത്. BJPക്ക് വ്യക്തമായ അടിത്തറയുള്ള മണ്ഡലമല്ലെങ്കിലും സുരേഷ് ഗോപിയെ നിർത്തിയുള്ള മത്സരത്തിലൂടെ 17% വോട്ട് വർധനവുണ്ടായി. LDFിന് 11% വോട്ടിൽ കുറവുണ്ടായപ്പോൾ UDFിന് 2% വർദ്ധിച്ചു. TN പ്രതാപൻ തന്നെ UDF സ്ഥാനാർത്ഥിയാകുമെന്നത് ഏകദേശം ഉറപ്പാണ്. VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയായി എത്തിയേക്കും. BJP ടിക്കറ്റിൽ സുരേഷ് ഗോപി തന്നെ മത്സരത്തിനിറങ്ങും.